Hi guys, welcome back to my channel and this is the first episode of Needle and Thread series. ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ആസ് എ ബിഗിനർ ഇൻ എംബ്രോയിഡറി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കേണ്ട ബേസിക് ടൂൾസിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് ഒരു പീസ് ഓഫ് ക്ലോത്തിന്റെ ഫാബ്രിക് കോട്ടൺ, സിൽക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ആവാം. കോട്ടൺ ആണ് മോസ്റ്റ് പ്രിഫറബിൾ. സെക്കൻഡ് വൺ ഇസ് എംബ്രോയിഡറി ഹൂപ്പ്. ഫാബ്രിക്കിനെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് സൈസിൽ ഇത് അവൈലബിൾ ആണ്. 12 ഇഞ്ചിന്റെ ഹൂപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വലിയ സൈസ് എന്ന് പറയുമ്പോൾ 14-18 ഇഞ്ചസ് ഒക്കെ വരും. നമ്മൾ ബിഗിനേഴ്സ് 12 ഇഞ്ചസ് 10 ഇഞ്ചസ് ഒക്കെ വാങ്ങിച്ചാൽ മതി. തേർഡ് പേഴ്സൺ ഇസ് ത്രെഡ്. സ്ട്രാൻഡഡ് കോട്ടൺ ത്രെഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു സ്ട്രാൻഡിൽ 6 ത്രെഡ് ഉണ്ടാവും. ഈ 6 ഒരുമിച്ച് യൂസ് ചെയ്യണമെന്നില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ടൈപ്പ് ഓഫ് സ്റ്റിച്ച് ആൻഡ് ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. ത്രെഡ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നും ഹൂപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യാം. ഫോർത്ത് വൺ ഇസ് നീഡിൽ. ക്രൂവൽ നീഡിലിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് ആണ് കോമൺ ആയിട്ട് നമ്മൾ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്നത്. ക്രൂവലിൻ്റെ സൈസ് 8 നീഡിലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഹോള് കണ്ടോ? ഈ ഹോളിൽ കൂടെ ത്രെഡിന്റെ 6 സ്ട്രാൻഡും ഒരുമിച്ച് കടന്നു പൊക്കോളും. ഇതിന്റെ ടിപ്പ് ഭയങ്കര ഷാർപ്പ് ആയതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ് ഉള്ള ഫാബ്രിക്കിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈസി ആയിട്ട് കയറി പൊക്കോളും. ഒരുവിധം ബേസിക് സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് ഈ നീഡിൽ കൊണ്ട് ചെയ്തെടുക്കാം. സോ ക്രൂവലിന്റെ സൈസ് 8 നീഡിലാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. ഫൈനലി എ പെയർ ഓഫ് സിസേഴ്സ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു സ്റ്റാർട്ട്. സോ ഗൈസ്, ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡിസൈൻ. ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ച് നമുക്ക് ഈ ഡിസൈൻ ഒരുമിച്ചിരുന്ന് കംപ്ലീറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you all in the next episode of Needle and Thread. Bye bye.